അപ്പോൾ ഡേ 4 നമ്മൾ രാവിലെ ഗ്ലെനോർക്കിക്ക് പോകുന്നു. അതിനുശേഷം ക്യൂൻസ് ടൗൺ ഗൊണ്ടോളയൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാണ്. അതിൻ്റെ 26721. അപ്പോൾ ഇന്ന് നാളെ രാവിലെ ഞങ്ങൾ ക്യൂൻസ് ടൗണിൽ നിന്ന് പോകും. അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഒന്ന് ക്വിക്കായിട്ട് കണ്ടു തീർക്കണം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുവാണ്. ഓക്കെ, ബൈ. അങ്ങനെ ഡേ 4ൻ്റെ ആദ്യത്തെ ഡ്രൈവാണ് ഇന്നത്തെ ക്യൂൻസ് ടൗൺ ടു ഗ്ലെനോർക്കി. പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ നൽകുന്നൊരു സിനിക് ഡ്രൈവാണ്. പോകുന്നത് നമ്മൾ ലേക്ക് വക്കറ്റിപ്പൂവിൻ്റെ സൈഡിലൂടെയുള്ള സിനിക് റൂട്ടിലൂടെയാണ് പോകുന്ന വഴി എന്താ പറയുക, നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഭംഗികളാണ്. ലോങ് ക്ലൗഡ്സും അതുപോലെ തന്നെ നീല തടാകങ്ങളും മലനിരകളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വിഷ്വൽ ഒരു ബ്യൂട്ടി തന്നെയാണ് നമുക്ക് ആ ഒരു സിനിക് ഡ്രൈവ് നമുക്ക് നൽകുന്നത്. നമുക്ക് ദൂരെ നമുക്ക് മഞ്ഞുമലകൾ കാണാം. ഈ പോകുന്ന വഴി നമ്മൾ ഗ്ലെനോർക്കിയിലെത്തും. ഗ്ലെനോർക്കിയിൽ നിന്ന് കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ പാരഡൈസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലോർഡ് ഓഫ് റിങ്സ് മൂവി ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെയുണ്ട്. പോകുന്ന വഴി ഒരുപാട് ലുക്ക് ഔട്ട് പോയിന്റ്സ് ഉണ്ട്. കുറച്ച് ഹൈക്കൊക്കെ ചെയ്യണം നമുക്ക് ആ ലുക്ക് ഔട്ട് പോയിന്റ്സിലോട്ട് പോകാൻ വേണ്ടി. പക്ഷെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഈ കാണുന്ന ഗ്ലെനോർക്കി ചെറിയൊരു പട്ടണം. അവിടെ മെയിനായിട്ടുള്ളത് ഗ്ലെനോർക്കി വാർഫാണ്. ഈ ഒരു സ്ഥലത്തിന് ഒരു ഭംഗിയാക്കുന്നത് ഈ ബാക്കിൽ കാണുന്ന ഈ മലനിരകൾ തന്നെയാണ്. ഇതൊരു വിൻ്ററിൽ വരികയാണെങ്കിൽ ഒരുപാട് നമുക്ക് മഞ്ഞൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇനി ഒരു പ്രാവശ്യം വിൻ്റർ ആകുമ്പോൾ ഒന്ന് വരണം, അത് വേറൊരു ഭംഗിയാണ്. ഓരോ സീസണും അതിൻ്റേതായ ഭംഗിയാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളും നമുക്ക് നൽകുന്നത്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പല സമയങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഭംഗിയും ഇപ്പോൾ കാണുന്ന ഭംഗിയും എല്ലാം കംപ്ലീറ്റ്ലി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ ഗ്ലെനോർക്കിയിലെത്തി. കാണുന്നതാണ് പഴയൊരു വോഫാണിത്. അതിപ്പോൾ ഇവിടെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇവർ കൺസേർവ് ചെയ്ത് പോകുന്നു. ഈ വാർഫിൻ്റെ ഉള്ളിൽ ഇത് ആ പണിത സമയത്തെ ചരിത്രങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ചരിത്രത്തെക്കുറിച്ച് താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു നോളജ് കിട്ടാൻ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ കാണുന്ന ഈ ബ്രിഡ്ജാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു സിനിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്പോട്ട് തന്നെയാണ്. അതുപോലെ എല്ലാവരും തന്നെ എടുത്ത് നമുക്കൊരു ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഗ്ലെനോർക്കി പോയേക്കുന്നവർ ഫോട്ടോ എടുത്തേക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്. ഗ്ലെനോർക്കി എന്ന് എഴുതിയിരിക്കുന്ന ഈ വാർഫ് ബിൽഡിങ്. അപ്പോൾ ഇതാണ് പണ്ടത്തെ വാർഫിൻ്റെ, അതായത് നമ്മൾ ബോട്ടൊക്കെ വന്ന് നമ്മൾ പിന്നെ ബോട്ട് ജെട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ പണ്ടത്തെ ഇതായിരുന്നു. ഇവിടെ പണ്ട് ചരക്കുകളും ഒക്കെ കയറ്റിയും ഇറക്കലും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറി. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഈ മൗണ്ടെയ്ൻസ് മൊത്തം മഞ്ഞായിരുന്നു. നല്ല രസമാണ് ഇവിടെ. ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് സ്പോട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ. നല്ല രസമായിരുന്നു. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ഒരുപാട് ഫോട്ടോസും അത് പേരൻസിനൊക്കെ വന്നപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ്. ഞാൻ അത്ര വലിയൊരു ബ്ലോഗറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെ പറയണമെന്നും അറിയില്ല. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഗ്ലെനോർക്കിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നേരെ ക്യൂൻസ് ടൗണിലോട്ട് പോവുകയാണ്. ഇന്നത്തെ മെയിൻ പ്ലാൻ
ഇനിയുള്ള മൊത്തം സമയം ക്യൂൻസ് ടൗണിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പ്ലാൻ നമ്മൾ ക്യൂൻസ് ടൗൺ സെൻട്രൽ നമ്മളൊന്ന് സിറ്റി സെൻട്രലൊക്കെ ഒന്ന് പോവുക. നമ്മൾ ഒരു ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു 12:30 നമ്മളവിടെ റീച്ച് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മെയിനായിട്ട് ഗൊണ്ടോളയിൽ പോവുക. ഗൊണ്ടോളയിൽ പോയി അതിന് മേലെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ലൂജ്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് ക്യൂൻസ് ടൗണിൽ ചെന്നതിന് ശേഷം കാണാം. അപ്പോൾ പോകുന്ന വഴിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. അപ്പോൾ സീ യു ഇൻ ക്യൂൻസ് ടൗൺ. അങ്ങനെ ഫൈനലി നമ്മൾ ക്യൂൻസ് ടൗൺ സെൻട്രലിലെത്തി. ഈ കാണുന്നത് ക്യൂൻസ് ടൗണിലെ ലേക്ക് ഫ്രണ്ടാണ്. ഇവിടെ നമുക്ക് ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെയുള്ള നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ മൈൻഡ് റിഫ്രഷ് ആവും. നമുക്ക് ഒരുപാട് നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിയിലൊക്കെ നമ്മൾ എൻഗേജ് ആയി നമ്മളൊരു ഹോളിഡേക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ കാണുമ്പോൾ ഈ ലേക്കും അതിനോട് ചേർന്നുള്ള ചെറിയൊരു സിറ്റിയും അതുപോലെ ഈ മലനിരകളും എല്ലാം തന്നെ നമുക്കൊരു സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഈ ക്യൂൻസ് ടൗൺ എന്നത് ഒരുപാട് സിനിമകളിൽ, തമിഴ് മൂവി ആണെങ്കിലും മലയാളം മൂവി ആണെങ്കിലും ഹിന്ദി, എല്ലാത്തിലും തന്നെ ഈ ക്യൂൻസ് ടൗണും അതിൻ്റെ ഒരുപാട് പ്രദേശങ്ങളെല്ലാം തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ മലയാളം മൂവി പറയുകയാണെങ്കിൽ നമ്മുടെ ലയൺ മൂവിയിൽ ഉള്ള 2 സോങ്ങുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൽ മെയിനായിട്ട് ക്യൂൻസ് ടൗണും അതുപോലെ തന്നെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലുമാണ്. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഏൺസ്ലോ എന്ന് പറഞ്ഞ ഈ ബോട്ട് സർവീസ്. അതിൻ്റെ ഒരു പിന്നീട് നമ്മൾ ആ ലേക്ക് ഫ്രണ്ടിൽ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് കിട്ടി. അപ്പോൾ അതും കൂടി ഒന്നുകൂടി നമ്മൾ പകർത്തുകയാണ്. ആ ഒരു മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഈ ലേക്ക് ഫ്രണ്ടിൽ താഴെ നമ്മൾ ബീച്ചിൽ പോയി ഇരിക്കും പോലെ തന്നെ നമുക്ക് ഇരിക്കാൻ സാധിക്കും. അവിടെ കുറച്ച് നേരം ഇരിക്കുകയും കുറേ കഥകളൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ക്യൂൻസ് ടൗണിൻ്റെ ഒരു ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ ഗൊണ്ടോളയിലാണ്. നമ്മൾ നാട്ടിൽ കേബിൾ കാർ എന്നൊക്കെ പറയും, ഇവിടെ ഗൊണ്ടോള എന്നാണ് പറയുന്നത്. പെർ പേഴ്സൺ $90 ആയിരുന്നു. പണ്ട് ഇത്ര ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. ഞാനപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഈ റീസെൻ്റ്ലി അവർ പ്രൈസ് കൂട്ടിയതാണെന്ന് പറഞ്ഞു. നമ്മൾ മേലെ പോകുമ്പോൾ ഉള്ളൊരു വ്യൂ തന്നെയാണ് ഈ കാണുന്നത്. കുറച്ചും കൂടി മേലെ പോകുമ്പോൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു 360 പെനോരമിക് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ പോയി ലൂജ് ചെയ്യാനാണ്. ഈ ലൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുടെ ഒരു ബേസിൽ നമ്മളൊരു വണ്ടി ഓടിച്ച് താഴത്തേക്ക് വരുന്ന ഒരു റേസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് പറ്റും പോലെയും അതുപോലെ തന്നെ തച്ചും അവർക്ക് പറ്റും പോലെയും വീഡിയോ പകർത്തിയതാണ്. നമ്മുടെ കയ്യിൽ ആക്ഷൻ പ്രോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഫോൺ തന്നെ വച്ചിട്ട് നമ്മൾ എടുത്തതായിരുന്നു ഇത്. നമ്മൾ ഓരോ റൗണ്ടും താഴെ വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെയുള്ള ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാറിൽ നമ്മൾ വീണ്ടും മേലോട്ട് വന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് അവർ നമുക്ക് ട്രെയിനിങ് തരികയാണ്, എങ്ങനെയാണ് ഇത് ഓടിക്കേണ്ടതെന്നുള്ളത്. ഈ ലൂജ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ജസ്റ്റ് ഒരു ലിവർ വെച്ചിട്ടാണ്. നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മൂവ്മെൻറ്റ് സംഭവിക്കുകയും നമുക്ക് പോകാൻ പറ്റുകയും അതുപോലെ അത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അതാണ് അതിൻ്റെ ബ്രേക്ക് സിസ്റ്റമായിട്ട് കാണിക്കുന്നത്.
ഇവിടെ നിന്ന് നിങ്ങൾ കാണുന്ന ലാസ്റ്റ് ദിവസത്തെയാണ്. ഒരുപാട് വീഡിയോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ 2 ദിവസത്തെ വീഡിയോസ് ഒരുമിച്ച് ഞങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോകുന്നത് നമ്മൾ ടിക്കാപ്പു, പുക്കാക്കി, അതുപോലെ മൗണ്ട് കുക്ക് ഏരിയയിലായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴി നമുക്കൊരു 1-2 മണിക്കൂർ നമുക്കൊരു ബ്ലോക്കൊക്കെ കിട്ടി, നമുക്ക് ട്രാഫിക് ഉള്ളതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് നമ്മൾ ലേക്ക് ടിക്കാപ്പു, അതായത് ഗുഡ് ഷെപ്പേർഡ് ചേർച്ച് കാണാനായിട്ട് നമ്മൾ എത്തി. ഫൈനലി നമ്മളിപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലായിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഈ കാണുന്നതാണ് ഗുഡ് ഷെപ്പേർഡ് ചേർച്ച്. ഇത് ന്യൂസിലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. ഒരുപാട് മൂവീസും എല്ലാം തന്നെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലയൺ മൂവി അല്ലെ സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ഇതിനിടയിൽ നമ്മൾ ആ ഒരു പ്രോപ്പർ മൂവിയിലെ ആ സോങ്ങും കൂടി നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഗുഡ് ഷെപ്പേർഡ് ചേർച്ചിലെത്തി. ലേക്ക് ടിക്കാപ്പുവിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ചേർച്ചാണ്. ഒരു ചെറിയ ചേർച്ചാണ്, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അത് ഇരിക്കുന്നതൊക്കെ നല്ല അതിമനോഹരമാണ്. നല്ല തിരക്കുമാണ്. അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് ഈ ചേർച്ച് ഇവിടെ ആദ്യമായിട്ട് ഒരു സ്റ്റോൺ ബിൽഡ് ചേർച്ചാണ്, അത് എന്തുകൊണ്ട് അവർ എന്തിന് ബിൽഡ് ചെയ്തു. ഇത് ആദ്യമായിട്ട് യൂറോപ്യൻസ് വന്ന് സെറ്റിൽ ചെയ്തപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണ് ഈ ചേർച്ച് ഇവിടെ ബിൽഡ് ചെയ്തത്. അതിനുശേഷം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി സ്റ്റിൽ ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കല്യാണങ്ങളും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കൂടെ നടന്നിരുന്നു. 1935 ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത്. അതിൻ്റെ ലളിതമായിട്ടുള്ള ഡിസൈനായിരുന്നു, പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അതൊരു അതിമനോഹരമായിട്ടുള്ളൊരു ചേർച്ചായിട്ട് മാറി. ഇതിന് മെയിനായിട്ട് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ലേക്ക് ടിക്കാപ്പുവിലെ ആ വെള്ളത്തിൻ്റെ നിറവും എല്ലാം തന്നെയാണ് ഒരു പോസ്റ്റ് കാർഡ് വ്യൂ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും പറയും പോലെ ഈ ബാക്കിലുള്ള മലനിരകൾ വിൻ്റർ ആകുമ്പോൾ വേറൊരു ബ്യൂട്ടി ആയിട്ട് മാറും. ഇനി നമുക്ക് വിജയുടെ ആ ഒരു സോങ് നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ ടിക്കാപ്പുവിൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗോയിങ്
മൗണ്ട് കുക്ക് കാണാൻ വേണ്ടി പോവാണ്. മൗണ്ട് കുക്ക് എന്നുള്ളത് ന്യൂസിലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു മൗണ്ടെയിനാണ്. നമ്മുടെ എഡ്മണ്ട് ഹില്ലാരി ഹിമാലയം ഇത് ചെയ്യുന്നതിന് മുമ്പ്, അതായത് എന്താ പറയുക, ഹൈക്ക് ചെയ്യുന്നതിന് മുമ്പ് എഡ്മണ്ട് ഹില്ലാരി ന്യൂസിലൻഡുകാരനാണ്. അപ്പോൾ പുള്ളി ഇതൊക്കെ കയറിയതിന് ശേഷമാണ് ഹിമാലയൻ എൻകൗണ്ടറിന് വേണ്ടി പോയതും ആദ്യമായി ഹിമാലയ കീഴടക്കിയ ഒരാളായി മാറിയതും. പോകുന്ന വഴി നല്ലൊരു ഭംഗിയുള്ള, നമ്മൾ സൺസെറ്റിൻ്റെ ടൈമായി, നമുക്ക് കാണാം മൗണ്ട് കുക്ക്. എപ്പോഴും തന്നെ മഞ്ഞുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ വിൻ്റർ തുടങ്ങുകയാണ്, അതുകൊണ്ട് അല്പം കൂടുതൽ മഞ്ഞുണ്ട്. നമ്മൾ ഇതിൻ്റെ ബേസ് പോയിന്റിലോട്ട് പോകുന്നൊന്നുമില്ല. നമ്മൾ ഇതിന് ശേഷം നമ്മൾ പീക്ക് വിൻ്റർ ആകുമ്പോൾ അവിടെ ഹുക്ക വാലി ട്രാക്ക് ഉണ്ട്, അത് ഹൈക്ക് ചെയ്യാൻ വരണമെന്നുള്ള ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്. കറൻ്റ്ലി അത് ക്ലോസ്ഡ് ആണ്. പിന്നെ അവിടെ ഒരു ഗ്ലേഷ്യർ എൻകൗണ്ടറും എല്ലാം തന്നെയുണ്ട്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള, നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. ദിവസത്തെ വളരെ മനോഹരമായ ഒരു ട്രിപ്പ് സംഘടിപ്പിച്ച ആസ്മിനും വിശിഷ്യ ആസ്മിൻ്റെ വൈഫിനും ഉള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ യാത്രയുടെ പര്യവസാനം നാളെ നമ്മൾ വെല്ലിംഗ്ടണിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം അടിപൊളി യാത്രയായിരുന്നു. ബാക്കി ലൈഫ് ലെക്സിലൂടെ ബാക്കി വിശേഷങ്ങൾ എല്ലാം ഡീറ്റെയിലാക്കി പങ്കുവെക്കുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ്, ഫോളോ ചെയ്യുക, ഫോളോ ഇൻസ്റ്റഗ്രാം. ഒരുപാട് നല്ല ഓർമ്മകളോടുകൂടി ഈ ക്യൂൻസ്റ്റൗൺ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൂടുതൽ യാത്രകളായിട്ട് ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഞാൻ വലിയൊരു പ്രൊഫഷണൽ ഒരു വ്ളോഗറൊന്നും അല്ല, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് ആയിട്ടാണ് ഈ ഒരു ചാനലിൽ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. മച്ച് ലവ്, ഗോഡ് ബ്ലെസ്.